എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിച്ചപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഗൈസ് നമ്മളെ കാറിങ്ങാളൊക്കെ ചെറുതായിട്ടൊന്ന് ഇടിച്ചായിരുന്നു ഗൈസ്. ചെറുതായിട്ട് നമ്മളെ ബമ്പറും ഗ്ലാസ്സൊക്കെ ഒന്ന് പൊട്ടിയായിരുന്നു കേട്ടോ ഗൈസ്. ഇത് ഗൈസ് എൻ്റെ കാറല്ല ഗൈസ്, നമ്മളെ ഒരു കൂട്ടുകാരൻ്റെ കാറാണ് ഗൈസ്. ഇതിൻ്റെ അവരുടെ അവസ്ഥ കണ്ടു ഗൈസ്, ബമ്പറും ഡോറ് എല്ലാം പോയിരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം മൊത്തത്തിൽ പണിയുമ്പോഴാണെങ്കിൽ 2 ലക്ഷം രൂപയാവുമെന്ന് കേട്ടോ ഗൈസ്. എൻ്റെ കയ്യിലാണെങ്കിൽ അത്രയും പൈസയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ എന്ത് ചെയ്യും ഗൈസ്, അവൻ്റെ കാറാണ് കേട്ടോ ഗൈസ്. അവനാണെങ്കിൽ പൊന്നു പോലെ കൊണ്ട് നടക്കുന്ന കാറാണ്. ഞാനാണെങ്കിൽ ഷിൻചാൻ്റെ ഒരു ആഗ്രഹം കാരണം ഈ ഒരു കാറുകളൊക്കെ അന്ന് മേടിച്ചാണ് ഷിൻചാനും കൂടെ ഓട്ടിക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ജോണിനെ ഒന്ന് വിളിച്ചു പോയി, ഹലോടാ പൈസ ഉണ്ടാടാ നിൻ്റെ വല്ലതും? ഇല്ല പൈസ ഒന്നും ഇല്ലടാ, ഞാനാണെങ്കിൽ ജോലിക്കായിട്ട് കുറേ ദിവസമായി. എനിക്ക് പേടിയാണ്ട് പൈലറ്റ് ആയോണ്ട് ഞാൻ പേടിയാണ്ട് ഞാൻ പിന്നെ പോയില്ലടാ, എനിക്ക് ചെറുതായിട്ടൊരു പനി. ആടാ ശരിടാ ഗൈസ്, അവനാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ ഗൈസ്. വലിയ കാര്യത്തിൽ പൈലറ്റ് ആയതാണ്. നമുക്ക് ടോമിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോടാ നിന്റെ വല്ല പൈസ ഇരിപ്പുണ്ടോടാ? എടാ എന്റെ പൈസയൊന്നും ഇരിപ്പില്ല, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ എനിക്ക് പൈസ കിട്ടും. ഒരു കാറിങ് ആളം, ഞാൻ പറയുന്ന ഒരു കാറിങ് ആളൊക്കെ നീ പോയി ആർമി ബേസിൽ നിന്ന് എടുത്തോണ്ട് വന്ന് ഞാൻ പറയുന്ന ഒരു ലൊക്കേഷനിൽ പോയി കൊണ്ടിട്ടാ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടും. 10 ലക്ഷം രൂപയാ? ആടാ ശരിയടാ, ഞാൻ എന്തായാലും ഒരു ലൊക്കേഷനുകളിലൊക്കെ നീ ഇട്ട്, ഞാനാണെങ്കിൽ അങ്ങോട്ട് പോവാടാ. ആടാ നല്ലൊരു ഇതോടാ, അപ്പൊ നീ എന്തായാലും അങ്ങോട്ട് പോയി, ഞാൻ ലൊക്കേഷനുകളൊക്കെ നിന്റെ ഫോണിൽ ഇട്ടിട്ടുണ്ട്. ഗസ് എന്തായാലും അവൻ്റെയിലും കാലൊക്കെ ഇച്ചിരി ഒരു സെറ്റാക്കാന്നൊക്കെയാണ് അവൻ പറഞ്ഞേക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഒരു തോക്കും കാലൊക്കെ നമ്മളെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗസ് ഭയങ്കര പാടാണ് കേട്ടോ ഗസ്. അപ്പം നമുക്ക് ഗണ്ണ് വേണം. മിലിറ്ററി ബേസിലാണ് ഗസ് കിടക്കുന്നത്. മിലിറ്ററി ബേസ് അറിയാമല്ലോ ഗസ്, കണക്കിന് ആർമിയൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്കാണെങ്കിൽ ഇത് വേണം കേട്ടോ ഗസ്, ഗണ്ണ് വേണം. അപ്പം ഗണ്ണിനായി ഗസ് നമ്മളെ ഷിൻചാൻ്റെ തോക്കും കാലൊക്കെ നമ്മൾ കാറി ഇരിപ്പുണ്ട് ഗസ്. ഇത് വെച്ച് ചെറുതായിട്ടൊരു പണിയുണ്ട് കേട്ടോ ഗസ്, കണ്ടിരുന്നു ഗൈസ്. ചെറുതായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ വരെ എന്ന് പോയതിനു ശേഷം ചെറുതായിട്ടുള്ള ഒരു പണിയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കാണെങ്കിൽ നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ അങ്ങ് പോവാം ഗൈസ്. ഒരു ചേച്ചിയും ആളൊക്കെ വന്ന് ചേച്ചി ഇടിക്കാൻ ഭാഗ്യം ഗൈസ്. നമ്മളെ കാറിന് എന്താണ് ഗൈസ്, ഒരു എൻജിൻ ടോർക്ക് ചെറുതായിട്ടൊരു കുറവ് പോലെ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ആളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു ഐഡിയ ആണ് ഗൈസ് എൻ്റെ ഉള്ളത്. ഷിൻചാൻ്റെ ഒറിജിനൽ പോലെ ഇരിക്കുന്ന കളിത്തോക്കും ആളൊക്കെ നമ്മളെ കൈ ഇരിപ്പുണ്ടായിരുന്നു. ഇത് വെച്ച് ചെറുതായിട്ടൊന്ന് ഈ ഒരു സാറിനെ ചെറുതായിട്ടൊന്ന് വിരട്ടുന്നു ഗസ്. എന്നിട്ട് സാറിൻ്റെ അടുത്തൊരു തോക്ക് ചോദിക്കുന്നു. അതാണ് ഗസ് നമ്മളെ പരിപാടി. എന്തായാലും ഈ തോക്കുകളൊക്കെ ചൂണ്ടാം. സാർ ഹാൻഡ്സപ്പ് അല്ലെങ്കിൽ ഞാൻ വെടി വെക്കും. എനിക്ക് പേടിയാ മരിക്കാൻ. അങ്ങനാണെങ്കിൽ എനിക്കൊരു ഗണ്ണ് പെട്ടെന്ന് തന്നെ ഒരെണ്ണം ഒപ്പിച്ചതാ. റിസപ്ഷനിൽ ഇരിപ്പോണ്ടാ, നീ പോയി എടുത്തോ. ഒരു മിഷ്യൻ ഗണ്ണാണേ, അതൊക്കെ നോക്കി ഉപയോഗിക്കണേ, എന്നെ വെടിവെക്കല്ലേ എന്ന് പോടാ നീ. നമ്മൾ ഷിൻചാൻ ആ ഗണ്ണ് മേടിച്ചു കൊടുത്തത് കാര്യം ഗൈസ്. നമ്മളാണെങ്കിൽ പൊട്ടനെ പറ്റിച്ച് ഗൈസ്. നമുക്ക് നീ മിഷ്യൻ ഗണ്ണുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മളെ മിഷ്യൻ ഗണ്ണൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോട്ടെ സാറേ ഗൈസ്, നമുക്ക് മിഷ്യൻ ഗണ്ണുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും പേടിക്കാല്ല കേട്ടോ ഗൈസ്. നമ്മളെ വണ്ടിയുടെ ഈ ലുക്കും കൂടെ ഒന്ന് മാറ്റണം കേട്ടോ ഗൈസ്. അവൻ വിളിക്കുമ്പോഴാണ് ഗൈസ് ആ കാറിങ്ങളൊക്കെ എടുത്തോണ്ട് പോകേണ്ടുള്ളത് ഗൈസ്. അവൻ വിളിച്ചില്ല ഇതുവരെ ആയിട്ട്. എനിക്ക് തോന്നുന്നു രാത്രി വല്ലതും ആയിരിക്കും വന്നാൽ. രാത്രി ആണെങ്കിൽ ഗൈസ് ഒരു സിമ്പിളായിരിക്കും. ഇതാണെങ്കിൽ വെച്ചാൽ രാവിലെ എനിക്ക് ചെറുതായിട്ടൊരു പാടാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് രാവിലെ സ്റ്റീലിങ്ങിന് ഗൈസ്. അപ്പം അതൊരു പൊളിപ്പൻ കാറായിരിക്കും കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആരും 10,000 രൂപയൊന്നും തരത്തില്ലല്ലോ ഗൈസ്. 10 ലക്ഷം ഡോളറാണ് ഗൈസ് നമുക്ക് തരുന്നത് ഗൈസ്. അപ്പം മകളാണെങ്കിൽ ഒരു ഓഫറുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഓഫറൊന്നും നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല ഗൈസ്. വീണ്ടും ഗൈസ് നമ്മളെ കാറ് ഞാൻ കൊണ്ട് ഇടിച്ചു കൊടുത്ത് ഗൈസ്. തീയൊക്കെ ഉണ്ടായി, ഞാൻ വിചാരിച്ച് കാറ് കത്തിയെന്ന് ഗൈസ്. എന്തായാലും കത്തിയില്ല ഗൈസ്. എന്തായാലും ഇതുവരെയായിട്ട് അവൻ വിളിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. മിഷ്യൻ കണ്ട് നമ്മളെ കാറിനകത്ത് തന്നെ ഇരിപ്പോട്ട് ഗൈസ്. അപ്പോൾ ഇതുവരെയായിട്ട് അവൻ എന്തായാലും വിളിക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചെറുതായിട്ടൊന്ന് പോയി കിടന്ന് ഉറങ്ങാമെന്ന് കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഇത്ര നേരം എങ്ങനെ വെറുതെ കുത്തിയിരിക്കും ഗൈസ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇത് കേട്ടോ ഗൈസ്, ആർമി ബേസിൽ അതും രാവിലെയൊക്കെ പോവാൻ ചെറുതായിട്ടൊരു പേടി കേട്ടോ ഗൈസ്. ഗൈസ് അവൻ വിളിക്കുന്നല്ലോടാ. ഞാൻ ടോപ്പ് പറഞ്ഞിട്ട് നിന്നെ വിളിക്കുകയാണ്. എന്തായാലും നിന്റെ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് പോ. ഓക്കെ ലൊക്കേഷനുകളൊക്കെ ഇട്ട് തന്നിട്ടുണ്ടെന്നാണ് ഗൈസ് അവൻ പറഞ്ഞേക്കുന്നത് ഗൈസ്. ഒരു ഗാങ്സ്റ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. വല്ലാത്ത സ്വരം കേട്ടോ ഗൈസ്. നമുക്ക് വല്ല പണി തരുമോ ഗൈസ് അവർ? നമ്മളെ വല്ല വെടി വെക്കുമോ ഗൈസ്? ഒരു പേടിയും വേണ്ട. നമ്മൾ മിഷ്യൻ ഗണ്ണാണ് ഗൈസ് ഇരിക്കുന്നത്. നമുക്കാണെങ്കിൽ അത് പറയാൻ പോലും ഭയങ്കര പേടി കേട്ടോ ഗൈസ്. എന്ന് വെച്ചാൽ മിലിറ്ററി ബേസിലല്ലേ കയറി കളിക്കുന്ന ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ വിചാരിച്ചു ഇവിടെ കുടുങ്ങിയെന്ന് ഗൈസ്. ഈ ഒരു വണ്ടിയുടെ ലുക്കും കാലൊക്കെ മാറ്റണം. അതിനെ ഗൈസ് നമ്മുടെ
ബെന്നി കടയിലൊന്ന് കൊടുത്തിട്ട് ഇച്ചിരി അവിടെ നിൽക്കാൻ കേട്ടോ ഗൈസ്. എന്തായാലും ബെന്നി കട ഗൈസ് അതാണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടെ ആണ് ഗൈസ് നമ്മുടെ വണ്ടിയും ആളൊക്കെ ഒന്ന് ലുക്ക് ആക്കണം. അങ്ങോട്ട് വെറുതെ എന്നാൽ പോരല്ലോ ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടിയും ആളൊക്കെ മോഡിഫിക്കേഷനും ആളൊക്കെ ചെയ്തിട്ട് കാണാം കേട്ടോ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ കാറിൻ്റെ ലുക്കും കാര്യമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു മോൺസ്റ്റർ കാർ കണക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഒരു മിലിറ്ററി ചെയ്യാൻ പേടിക്കേണ്ടുള്ള ആവശ്യമില്ല ഗൈസ്. ഈ ബെന്നി തന്നെ ഇതൊക്കെ ചെയ്തപ്പോൾ ഗൈസ് നമ്മളെ ഈ വിഷയങ്ങളൊന്നും കണ്ടു കാണത്തില്ലല്ലേ ഗൈസ്. അതുപോലെ തന്നെ അതിന് ബുള്ളറ്റ് കാണും ഗൈസ്. അതിനകത്ത് ബുള്ളറ്റൊക്കെ കാണും കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. നമ്മളെ ചെറുതായിട്ടൊരു ബുള്ളറ്റുകളൊക്കെ നമ്മൾ ഡിക്കി ഇരിപ്പുണ്ട്, അതെടുത്തും ഇടാം കേട്ടോ ഗൈസ്. ലൊക്കേഷനുകളൊക്കെ നമ്മൾ നോക്കിയാണ് ഗൈസ് പോകുന്നത്. ഒരു ചേട്ടനെ അറിയാതെ ഇടിച്ചിട്ടുണ്ട് ഗൈസ്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്, നമ്മളെ പിടിക്കത്തൊന്നുമില്ല. നമുക്കാണെങ്കിൽ ഒരു ഗ്യാങ്സ്റ്ററല്ലേ ഗൈസ് നമ്മളെ കൂട്ടിനുള്ളത് ഗൈസ്. എന്തായാലും നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ മിലിറ്ററി ബേസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളതിലാണെങ്കിൽ സ്നൈപ്പറുകളൊക്കെ നമ്മൾ ബെന്നിൻ്റെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ബെന്നിൻ്റെ അടുത്ത് നിന്നൊക്കെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ആ ഗണ്ണുകളൊക്കെ വെച്ച് എല്ലാവരും നോക്കാം കേട്ടോ ഗൈസ്. ഇവരെ ഇരിക്കുന്ന AK-47 ആണ് കേട്ടോ ഗൈസ്. വല്ലാത്ത റേഞ്ചുള്ള തോക്കാണ് ഗൈസ്. ഇവർക്ക് വെടിവെക്കാനെന്ന് പറഞ്ഞുകൂടാ കേട്ടോ ഗൈസ്. വലിയ ഇതാണ്, എന്നിട്ടും വെടിവെക്കാനെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഗൈസ് നമ്മളെ ഗണ്ണിനും കാലെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഗണ്ണും കാലൊക്കെ എടുത്ത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഓക്കെ ഗൈസ് ഇതാക്കാം ഗൈസ്. ഇവിടെ ഒരു തല കാണുന്നുണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഈ ഒരു തലയും കാലും നമുക്ക് നോക്കാം, വെടി വെക്കാൻ നോക്കാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, അയാളെ തലയിൽ തൊട്ട് കൊണ്ടില്ലല്ലോ ഗൈസ്. ഇയാൾക്ക് കൊല്ലുന്നില്ല കേട്ടോ ഗൈസ്. കൊള്ളുന്നില്ല ഗൈസ്. എന്തുവാ എൻ്റെ പൊന്നെ, എന്തായാലും ഹെഡ്ഷോട്ട് തന്നെ കയറിയിട്ടുണ്ട്. ഇന്ന് ഗൈസ് ഇവിടെ നിന്ന് സ്നൈപ്പ് ഇടുന്ന എനിക്ക് ചെറുതായിട്ടൊരു പേടി പോലെ ഉണ്ട് ഗൈസ്. ഒരുത്തം മരിച്ചോണ്ടേ ചെറിയൊരു പേടി കേട്ടോ ഗൈസ്. ഇവർ നമ്മളെ വല്ലതും ചെയ്യുമോന്ന് ഗൈസ്. ഒന്നും ചെയ്യത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവരെ നമുക്ക് വെടിവെച്ചിടാൻ നോക്കാം ഗൈസ്. അത്യാവശ്യം നമ്മൾ ഇതുങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഇവന്മാരൊന്നും ഇവിടെ വീഴുന്നില്ല. നമുക്ക് എന്തായാലും അകത്തോട്ട് തന്നെ കയറണം. ഇവിടെ ഒരുത്തം പോകുന്നുണ്ട്, അവനെ തല വെച്ചിട്ട് ഒന്നും കയറുന്നില്ല ഗൈസ്. നീ കയറി തന്നെ ചെല്ലണം കേട്ടോ ഗൈസ്. അല്ല ഒന്നും നടക്കുന്നില്ല. ഇവൻ്റെ തല ഒന്നും കൂടെ 5-6 വട്ടം അടിച്ചിട്ടുണ്ട് ഗൈസ്, ഒന്നും നടക്കുന്നില്ല. ഇനി നമ്മളെ ചേട്ടൻ തന്നെ കയറി തന്നെ പോകണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടും കളിപ്പിച്ചങ്ങ് കയറി പോവുകയാണ് ഗൈസ്. പിന്നല്ലേ ഗൈസ് നമ്മൾ നേരിട്ട് വന്ന് കയറി എല്ലാത്തിനും അടി കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. ഓടി വരുന്നു ഗൈസ്. അവിടെ ഗൈസ് ഇത്തരം വലിയ മതിലായിട്ട് ഗൈസ് അവൻ എങ്ങനെ ഗൈസ് ഇറങ്ങി വന്ന ഗൈസ്? അവൻ വല്ല ഭൂതമാണ് ഗൈസ്. കുപ്പിയിൽ അടച്ചിട്ട ഭൂതത്തിന് കണക്കുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് വെടിയൊക്കെയാണ് കേട്ടോ ഗൈസ്. ഇവന്മാർക്ക് കയറുന്നില്ല ഗൈസ്. ഇവന്മാർ എന്തര ജീവി ഗൈസ്. ഇവന്മാർ വല്ല ഏലിയൻസ് ആണോ ഗൈസ്? എന്തായാലും അടിച്ചിട്ട് ഗൈസ് ഇവിടെ ഒരുത്തം ഒളിച്ചിരിക്കുന്നു. എന്താ മോനെ ഒളിച്ചിരിക്കുന്നു? ഒരെണ്ണം പേടിച്ച് തരട്ടെ. ഗൈസ് അത്രേ ഉള്ളു. അവനെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഈ കാറാണ് ഗൈസ്. ഇവിടെ അല്ലല്ലേ ഗൈസ് ലൊക്കേഷൻ കാണിക്കുന്ന, ഇച്ചിരി അങ്ങനെ ഫ്രണ്ടിലോട്ടാണ് ഗൈസ്. ഒരുത്തൊന്നും കൊണ്ട് പാവം മാറി നടക്കുന്നു കേട്ടോ. നമ്മളെ കയറി അടിച്ചടിച്ച് ഗൈസ് അത്രേ ഉള്ളു. അവനെ അടിച്ചിട്ടിട്ടുണ്ട്. അടുത്തതായി ഇനി ആരും ഇല്ലല്ലോ ഗൈസ്. ഈ കാറിൻ്റെ ഈ കീ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ഗൈസ് ലൊക്കേഷൻ. ഇതല്ലല്ലോ ഗൈസ്, ആ ഹെലികോപ്റ്ററാണ് ഗൈസ്. അതൊന്നും അല്ല ഗൈസ്. ലൊക്കേഷൻ നേരെയാണ് ഗൈസ്. നേരെ എന്താണ് ഗൈസ്? തെങ്ങ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടുതലല്ലേ ഗൈസ്? തേങ്ങ വല്ല ആയിരിക്കും ഗൈസ് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ ഗൈസ്. അതൊന്നും അല്ലായിരിക്കും. എന്തായാലും ഫ്രണ്ടിലോട്ട് പോയി നോക്കാം ഗൈസ്. അല്ലെങ്കിൽ ഗൈസ് ഈ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഹെലികോപ്റ്റർ ഇട്ടാൽ നല്ല പൈസ കിട്ടും. വേറെ ആരും ഇവിടെ ഇല്ലല്ലോ എന്നും പറഞ്ഞ് നമുക്ക് പയ്യെ കയറി പോവാം ഗൈസ്. ഇവിടെ ഏത് കാറാണെന്ന് നമുക്കൊരു പിടുത്തവും ഇല്ല ഗൈസ്. എന്താണ് നമുക്ക് പോയി നോക്കാം ഗൈസ്. അവന്മാർ കാറിൻ്റെ പേരും പറഞ്ഞില്ല ഗൈസ്. എൻ്റെ പൊന്നൊരു മെക്ലാരനല്ലേ ഗൈസ് കിടക്കുന്ന? മെക്ലാരൻ തന്നെ ഗൈസ്. എൻ്റെ പൊന്നൊരു RGB മെക്ലാരനാണ് ഗൈസ്. ഇതൊക്കെ വിറ്റാൽ കോടികൾ കിട്ടും ഗൈസ്. എന്നിട്ടാണ് ഗൈസ് നമുക്ക് ചെറും 10 രൂപ ഗൈസ്. 10 രൂപയെങ്കിൽ 10 രൂപ ഇങ്ങനെയാണ് കിട്ടിയതല്ലേ. ഇവനെ വെടി വെക്കാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഇയാൾ പാവം പോട്ട് ഗൈസ്, ജീവിച്ച് പോട്ട് ഗൈസ്. അവനെ അടിച്ചിട്ടൊന്നും ഗൈസ് അവനൊന്നും വീരുന്നില്ല. എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഒന്ന് കാറി കയറിയേക്കാം ഗൈസ്. മതി കേട്ടോ ഗൈസ്, ഇത്ര അടിച്ചതൊക്കെ മതി. നമുക്കാണെങ്കിൽ നേരെ കയറിങ്ങ് പോവാം. ഇല്ലെങ്കിൽ ഗൈസ് ഇനി ഇവിടെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ സീനാവും. അതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് പയ്യെ ഇവിടെ നിന്ന് മുങ്ങിയേക്കാം ഗൈസ്. ഈ ഗണ്ണുകളൊക്കെ ഞാൻ ഇവിടെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഫിംഗർ പ്രിൻ്റൊന്നും അല്ല ഗൈസ്, നമ്മൾ ഗ്ലൗസ് ഇട്ടായിരുന്നു ഗൈസ്. ഇല്ല സാറിൻ്റെ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അപ്പോൾ പിടിക്കുകയാണെങ്കിൽ ഗൈസ് നമ്മളെ പിടിക്കത്തില്ല. ഇല്ല സാറിനാണ് ഗൈസ് പിടിക്കുന്നത്. ഇല്ല പേടിച്ചതൊരു സാറിനെ അറിയാമല്ലോ ഗൈസ്, നമ്മൾ സ്റ്റേഷനില്ല അയാളെയാണ് ഗൈസ് പിടിക്കുന്നത്. എന്തായാലും നമ്മൾ ഡിഫൻഡർ എന്തായാലും ഇവിടെ സേഫായി ഇരിപ്പുണ്ട്, അത് മതി ഗൈസ്. എന്തായാലും ഈ കാറുകളൊക്കെ ഇവിടെ കിടക്കട്ടെ ഗൈസ്. അവൻ വേറെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടല്ലോ ഗൈസ്. എവിടാണ്ട് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഗൈസ്. എവിടാണ്ട് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ ഇതിൻ്റെ അടുത്താണ് കേട്ടോ ഗൈസ്. ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.